ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദ ഗോവിന്ദ. വൃന്ദാവന കഥകളിലൂടെയാണ് നമ്മൾ ഇപ്പോ അല്ലെ ഭഗവാന്റെ ഏറ്റവും ജഗന്മോഹനമായിട്ടുള്ള ആ വേണു ഗാനം. മാധവ വേണു തന്മോഹന നിസ്വനം മാധുര്യമേറുന്ന മദ്യമാകാം നാലഞ്ചു തുള്ളിയെ ഞാൻ ആസ്വദിച്ചുള്ളൂ കാലടി മണ്ണിലുറയ്ക്കാതായി. അല്ലേ? സാധാരണ രീതിയില് ലഹരി പദാർത്ഥങ്ങള് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെ അത് തലയ്ക്ക് പിടിച്ചാൽ എവിടെയാ അത് ബാധിക്കുന്നത്? അത് കാലിലാ ബാധിക്കുന്നത് അല്ലെ? കാലടി മണ്ണിൽ ഉറയ്ക്കാതായി. ഇവിടെയും ഭഗവാന്റെ ആ വേണു ഗാനം എന്നുള്ള ആ ലഹരി ഒരു 2-3-4 തുള്ളി സേവിച്ചാൽ തന്നെയും കാലടി നിലത്ത് ഉറയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഗോപികമാര് മാറിയെന്നർത്ഥം. ഗോപികമാര് ഓരോരുത്തരോടായിട്ട് ഓരോ സംഘങ്ങളായിട്ടാണ് പറയുന്നത്. അവിടെ അവര് ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല പറയുക, പിന്നെന്താണ്, സംഘമായിട്ട് അവര് മറ്റുള്ളവരോട് ആ ഭഗവാന്റെ വാങ്മയ ചിത്രത്തെ പറയുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവര് കാട്ടിലില്ല അവിടെ. പിന്നെന്താണ്, ഇവരെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് കണ്ണൻ ഇപ്പൊ എന്തായിരിക്കും ചെയ്യുക അല്ലേ? തലേ ദിവസം കണ്ടതായിട്ടുള്ള കണ്ണൻ രാമകൃഷ്ണന്മാര് ഒരുമിച്ച് ഗോപന്മാരോടുകൂടി ജയ് ജയ് പാടുന്നതായിട്ടുള്ള കീർത്തനം പാടുന്നതായിട്ടുള്ള ഗോപന്മാരുടെ നടുവില് ഓടക്കുഴൽ വായിച്ചുകൊണ്ട് വരുന്നതായിട്ടുള്ള കണ്ണനെ അവരുടെ ഉള്ളില് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ വാങ്മയ ചിത്രത്തിലൂടെ അവര് പറയാണ്, ഇപ്പോ കണ്ണൻ അവിടെ പാട്ട് പാടുന്ന എന്താണ് ഓടക്കുഴലിൽ വിളിക്കുന്നുണ്ടാവുമായിരിക്കും. ആ ഓടക്കുഴലിൽ വിളിക്കുന്ന സമയത്ത് മാൻപേടകൾ ഓടി എത്തുന്നുണ്ടായിരിക്കും, ചാടി എത്തുന്നുണ്ടായിരിക്കും, മയിലുകൾ നൃത്തം വയ്ക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇങ്ങനെ പല രീതിയിലുള്ള ചരമായിട്ടുള്ള വസ്തുക്കളൊക്കെ അചരങ്ങളായിട്ട് മാറുക, അചരങ്ങളായിട്ടുള്ള വസ്തുക്കളൊക്കെ ചരമായിട്ട് മാറുക എന്നുള്ള അവസ്ഥയിലേക്ക് ആണ് പോകുന്നത്. ഭഗവാന്റെ ജഗന്മോഹനം, ജഗത്തിനെ പോലും മോഹിപ്പിക്കുന്നതായിട്ടുള്ള ആ ഒരു സൗന്ദര്യം അതെങ്ങനെയൊക്കെയാണ്? അത് കണ്ണുകൊണ്ടും കാതുകൊണ്ടും നാവുകൊണ്ടും അല്ലെ നാസിക കൊണ്ടും എല്ലാം ഒരേപോലെ തന്നെ വലിച്ചെടുക്കുന്നതായിട്ടുള്ള ഒരു മാസ്മരികത ഭഗവാന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുവോടെ. ഇപ്പൊ നമ്മള് 2 ശ്ലോകം അവരുടെ ആ ഗീതങ്ങളിലെ 2 ശ്ലോകങ്ങൾ പറഞ്ഞു. 3-ാമത്തെ ശ്ലോകം നോക്കാം. ഗോപ്യ കിമാചരദയം കുശലം സ്മവേണു ദാമോദരാധരസുധാമപി ഗോപികാനാം ഭുങ്ക്തേ സ്വയം യദവശിഷ്ടരസം ഹൃദിന്യോ ഹൃഷ്യത്വജോ ശ്രുമോജുസ്തരവോ യഥാര്യ. ഇനി പറയാണ്, ഓരോ ഭഗവാനോട് ചേർത്ത് വെക്കുന്നതായിട്ടുള്ള ഓരോന്നും യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു, ഭഗവാന്റെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഭഗവാനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ആളാണ് നമ്മള്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് തോന്നുകയാണ് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് ഭഗവാൻ ഒരു എന്താണ് കൂടുതൽ ഒരു അനുഗ്രഹം കൊടുക്കുന്നുണ്ടോ എന്നൊരു തോന്നല്. അതുകൊണ്ട് ഇവര് അസൂയപ്പെട്ടുകൊണ്ട് തന്നെ ആ ഓടക്കുഴലിനോട് പറയാണ്, ഗോപ്യക്കിമാചരദയം കുശലം സ്മവേണു. കുശലം ആ ഓടക്കുഴലിനോടൊരു കുശലം പറയാണ്. എന്താണ്? അല്ലയോ
ഓടക്കുഴലെ, നീ എത്ര ഭാഗ്യവാദിയാണ് ശരിക്ക്, നീ എത്ര ഭാഗ്യവതിയാണ്, നീ എന്ത് പുണ്യം ചെയ്തുകൊണ്ടാണ് ആ ഭഗവാന്റെ അല്ലെ തൃക്കരങ്ങളില് എപ്പോഴും പൊന്നുപോലെ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള നിനക്ക് എന്ത് ഭാഗ്യമാണ് ചെയ്തത് നീ. അപ്പം ഞങ്ങൾക്ക് പോലും കിട്ടാത്തത് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും കണ്ണനെ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള ഞങ്ങൾക്ക് പോലും കിട്ടാത്തതായിട്ടുള്ള ദുർലഭമായിട്ടുള്ള ആ അധരസുധ, ആ അമൃതപാനം ആവോളം അവിടുന്ന് നീ പാൻ ചെയ്യുന്നു. ഇപ്പൊ എന്തായി ശരിക്ക്, ഇപ്പൊ നിനക്ക് തന്നിട്ട് നിനക്ക് തരുന്നതിന്റെ ബാക്കി മാത്രമേ ബാക്കിയുള്ളവരിലേക്ക് ഇരുന്നുള്ളൂ. ഇപ്പൊ ഏകദേശമൊക്കെ ഭഗവാനിൽ നിന്നുള്ള ആ ഒരു അനുഗ്രഹങ്ങൾ മുഴുവൻ തീർന്ന മട്ടായി ശരിക്കും. അതിന്റെ ഇനി രസം മാത്രമേ ഇനി അവിടെ അവശേഷിക്കുന്നുള്ളൂ എന്ന് പറയാണ്. അപ്പൊ ഈ വേണുവിന് വന്നതായിട്ടുള്ള ആ പരമഭാഗ്യത്തില് അഭിമാനം പൂണ്ടതായിട്ടുള്ള നദികള് ശോഭിക്കുന്നു അവിടെ, അല്ലേ? ഭുങ്ക്തേ സ്വയം യദവശിഷ്ടരസം ഹൃദിന്യോ ഹൃഷ്യത്വജോശ്രുമൂജുസ്തരവോ യഥാര്യ. ഈ ഓടക്കുഴൽ എങ്ങനെ ഇത് ഭൂമിയിൽ നിലനിന്ന് വന്നത്? ഓടവൃക്ഷങ്ങളൊക്കെ കൂടുതൽ എവിടെയാണ്? നദീതീരത്താണ്. അതുകൊണ്ടാണ് നദികള് അവിടുന്ന് പറയുകയാണെന്ന്, ഓ ഞങ്ങൾക്ക് കൂടി വല്ലാത്തൊരു രോമാഞ്ചം ഉണ്ടായി. നദിയിൽ എങ്ങനെയാ രോമാഞ്ചം ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നദിയിലേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും നിറച്ച് താമരപ്പൂക്കൾ നിൽക്കുന്നു. താമരപ്പൂക്കള് അതെങ്ങനെയാണ്? പൂവായിട്ടല്ല, ഇങ്ങനെ കൂമ്പോടുകൂടി നിൽക്കുന്നതായിട്ട് കാണുമ്പോൾ അത് ആ നദിയുടെ രോമാഞ്ചമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അപ്പൊ ഈ നദികളില് നിശ്ചലമായിട്ടുള്ള പ്രദേശങ്ങളില് അവിടമാകെ താമര വളർന്ന മൊട്ടുകൾ പൊന്തി നിൽക്കുന്നത് കാണുമ്പോൾ അത് നദിയുടെ ഒരു രോമാഞ്ചമാണ്. എന്തേ രോമാഞ്ചം വരാൻ കാരണം? താൻ നനച്ച് അല്ലെ, താൻ വളർത്തിയെടുത്തതായിട്ടുള്ള തൻ്റെ മകന്റെ സ്ഥാനം അല്ലെങ്കിൽ മകളുടെ സ്ഥാനമായിട്ടുള്ള ആ ഓടക്കുഴലിനെ ഭഗവാൻ എടുത്ത് സ്വന്തം എന്നുള്ള രീതിയില് അവിടുന്ന് സ്നേഹിക്കുന്നത് കാണുമ്പോൾ അത് തൻ്റെ മകനാണ് അല്ലെങ്കിൽ തൻ്റെ മകളാണ് എന്നുള്ള ഒരു തോന്നല് നദിക്ക് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോമാഞ്ചം. താൻ കാരണമല്ലേ ഇന്ന് യഥാർത്ഥത്തില് ആ ഭഗവാന് ഈ ജഗത്തിനെ പോലും മോഹിപ്പിക്കുന്നതായിട്ടുള്ള ജഗത്തിന്റെ അല്ലെ എല്ലാ ദുഃഖങ്ങളെയും തീർക്കുന്നതായിട്ടുള്ള ആ വേണുഗാനം ചെയ്യാൻ കിട്ടുന്നതായിട്ടുള്ള ആ ഓടക്കുഴലിന് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അല്ലെങ്കിൽ അതിലൂടെ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തി തങ്ങളും കൂടി അതിനൊരു കാരണമല്ലേ എന്നുള്ള ഒരു ഓർത്തുകൊണ്ട് ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു രോമാഞ്ചം. അതേപോലെ തന്നെ കാരണവന്മാര് എന്നുള്ള ഒരു സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങള് അല്ലെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പോയിട്ടുള്ള ആ ഓടവൃക്ഷം അല്ലെ, തേക്കായിട്ടും തേന്മാവായിട്ടും പ്ലാശായിട്ടും ഉള്ള മരങ്ങളൊക്കെ അവിടുന്ന് പറയാണ്. അവരെന്താണ്, ഇത് ആ തറവാട്ടിലെ കാരണവന്മാരാണ് എന്നുള്ള രീതിയിൽ അവരുടെ അഭിമാനം അവരും ആ അഭിമാനം ഏതിലൂടെയാണ് കാണിക്കുന്നത്? ആ തളിരിലയിലൂടെയും അല്ലെ, ആ എന്താണ് പൂത്തു നിൽക്കുന്നതായിട്ടുള്ള കായ്ക്കളിലെ മാധുര്യത്തിലൂടെയും പൂക്കളിലുള്ള ആ തേനിലൂടെയും ആ പൂന്തേൻ പൊഴിച്ചുകൊണ്ടുമൊക്കെ അവര് ആ അവരുടേതായിട്ടുള്ള ആനന്ദ അശ്രുധാര അവിടുന്ന് ഉണ്ടാക്കുന്നു. അപ്പൊ മരങ്ങളായാലും നദികളായാലും എല്ലാവരും അല്ലെ ആ വേണു ഭഗവാൻ സ്വീകരിച്ചതിൽ ഉണ്ടാകുന്നതായിട്ടുള്ള സന്തോഷത്തെ അവിടുന്ന് സ്വീകരിക്കുന്നു. അവിടെ വില്ലുമംഗല സ്വാമിയാര് പറയും, ഐ മുരളി മുകുന്ദ സ്മേരവക്രാരവിന്ദശ്വസന മധുര സജ്ഞേ ത്വാം പ്രണമ്യദ്യയാചേ അധരമണി സമീപം പ്രാപ്തവത്യാം ഭവത്യാം കഥയ രഹസീ കർണേ മദ്ദശാം നന്ദസൂനോ. ഗോപികമാര് ഈ ഓടക്കുഴലിനോടൊരു ചെറിയൊരു കുശലം. എന്താ പറയുന്നത് കുശല്? ഐ മുരളി മുകുന്ദ സ്മേര വക്രാരവിന്ദശ്വസന മധുര സജ്ഞേ ത്വാം
പ്രണമ്യാദ്യ യാചേ അധരമണി സമീപം. ഓടക്കുഴലേ, നീ എപ്പോഴും ഞങ്ങൾ എല്ലാവരും നമസ്കരിക്കുന്നതായിട്ടുള്ള, ഞങ്ങൾ എല്ലാവരും പ്രണമിക്കുന്നതായിട്ടുള്ള ആ മുകുന്ദ സ്മേര വക്താരവിന്ദ ശ്വസന മധുര സജ്ഞേ അല്ലേ, ഞങ്ങൾ എല്ലാവരും പ്രണമിക്കുന്ന, ലോകം പോലും പ്രണമിക്കുന്നതായിട്ടുള്ള ആ സ്മേരമുകുന്ദത്തോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ തിരുമുഖ കമലത്തിലേക്ക് നീ അങ്ങ് അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ചെന്ന് ശ്വസന മധുര സജ്ഞേ, ആ ഭഗവാന്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള അമൃതമായിട്ടുള്ള ആ ശ്വാസോച്ഛ്വാസങ്ങള് നിന്നിലേക്ക് തരുവാൻ വേണ്ടി തയ്യാറായിട്ട് വരുന്ന സമയത്ത് നീ ഒരു ചെറിയൊരു കാര്യം ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? അധരമണി സമീപം. നീ ആ അധരങ്ങളുടെ അടുത്ത്, ചുണ്ടുകളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചേർത്ത് നിന്നോട് വെക്കുമ്പോഴേക്കും നീ എന്ത് ചെയ്യണം? പ്രാപ്തവത്യാം ഭവത്യാം. അങ്ങനെ ആ അധരങ്ങളോട് ചേർന്ന് അങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് കഥയ രഹസി കർണേ മദ്ദേശം മദ്ദശാം നന്ദസൂനോ. നീ ആ ഭഗവാന്റെ ആ കർണങ്ങളിലോട്ട് ഒന്ന് പറയുക, ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ ഒന്ന് പറയുക. ഞങ്ങള് അവിടുത്തേതാ മോഹിച്ചിരിക്കുന്നു, ഞങ്ങൾക്കും വേണം ഈ ഒരു അധരസ്തുത പാനം ചെയ്യണം, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഓടക്കുഴലേ, നിനക്ക് എന്തോ ഒരു ഭാഗ്യമാണ് നിനക്ക്. ഐ മുരളി മുകുന്ദ സ്മേര വക്രാരവിന്ദ ശ്വസന മധുര സജ്ഞേ ത്വാം പ്രണമ്യാദ്യ യാചേ. അവര് യാചിക്കുകയാണ് യഥാർത്ഥത്തില് ഗോപികമാര്. ഓടക്കുഴലേ, നീ ഒന്ന് ചെയ്യൂ, നീ ഒന്ന് ആ കണ്ണനോടൊന്ന് പറയൂ, ഞങ്ങളും ആ ഒരു മധുരസുധ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്കും അതൊന്ന് പങ്കിട് തരണേ എന്ന് ഒന്ന് നീ ആ അധരത്തിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോ ആ കർണത്തിലേക്ക് ഒന്ന് പറഞ്ഞാൽ മതി എന്ന്. രഹസി കർണേ മദ്ദശാം നന്ദസൂനോ. വില്ലോങ്കല സ്വാമിയാര് കണ്ടതായിട്ടുള്ള ആ ഒരു ചിത്രം. അപ്പൊ അങ്ങനെയുള്ള ആ ഓടക്കുഴലിന്റെ ഭാഗ്യം ഇങ്ങനെ ഭഗവാന്റെ ജഗന്മോഹനമായിട്ടുള്ള വേണുഗാനത്തിന് കാരണമായിട്ടുള്ള ഓടക്കുഴലിനെ പോലും ഭഗവാൻ അല്ലെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന, നമ്മൾ വിചാരിക്കും ഭഗവാന് വിവേകമുള്ള ഈ മനുഷ്യര് മാത്രമേ ഉള്ളൂ, നമുക്കൊക്കെ തോന്നലത്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എല്ലാവരിലും ഒരേ രീതിയിൽ, ഒരേ അളവില്, നമ്മൾ എന്നും പറയാറുള്ള പോലെ അല്ലെ, ഈ ഉള്ളിലുള്ള വായു എന്ന് പറയുന്ന ആ വായു എല്ലാവരിലും ഒരുപോലെ, ഈ ഒരൊറ്റ വായുവിന്റെ ബലത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് മൃഗങ്ങളായാലും പക്ഷികളായാലും മനുഷ്യരായാലും എല്ലാവർക്കും ഒരേപോലെ. അപ്പൊ ഗോപികമാര് പറയുകയാണ്, അതുകൊണ്ട് ഹേ ഗോപികമാരെ, ഒരു സംഘം ആൾക്കാര് പറയുകയാണിത്, ആ ഓടക്കുഴലിന്റെ ഒരു ഭാഗ്യം നമുക്ക് ഒരിക്കലെങ്കിലും ഇനി ജനിക്കുമ്പം ഒരു ഓടക്കുഴലായിട്ട്, ഒരു ഓടവൃക്ഷമായിട്ട് നമുക്ക് ആ നദീ തീരത്ത് ജനിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, യമുനയുടെ തീരത്ത് നമുക്ക് ജനിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ആ കണ്ണന്റെ അടുത്ത് പോകാൻ സാധിക്കുമായിരുന്നു അല്ലേ? ആ കണ്ണന്റെ അമൃതധാര നമുക്ക് പകർന്നു കിട്ടുമായിരുന്നു എന്ന് അവര് പറയുന്നു. ഇനി ആ നദികളുടെ ഒരു ഭാഗ്യം, വൃക്ഷങ്ങളുടെ ഒരു ഭാഗ്യം, ഈ ഭാഗ്യമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ്. അതാണ് ഗോപികൾ ചോദിക്കുന്നത്. ഇതിന്റെയൊക്കെ അവകാശപ്പെടാൻ നമുക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യമുണ്ടോ? നദികൾക്കുണ്ടാകുന്ന ഒരു ഭാഗ്യം. ഇതാണ് ആ പ്രകൃതിയോട് സംസാരിക്കുന്ന ഗോപികളെ നമുക്ക് കാണാൻ സാധിക്കുക. വൃക്ഷങ്ങളോട് സംസാരിക്കുന്ന ഗോപികള് അല്ലേ? ഇനി അങ്ങോട്ട് ചെല്ലുമ്പം ഗോപികാഗീതത്തിന് മുമ്പായിട്ട് ആ കണ്ണനെ കാണാത്ത സമയത്ത് അല്ലെ, കച്ചിത്തുളസി കല്യാണി ഗോവിന്ദ ചരണപ്രിയ, ഇവർക്കൊക്കെ ഈ ഒരു ഉള്ളില് യഥാർത്ഥമായിട്ടുള്ള ഒരു ഭക്തി, തുറന്നതായിട്ടുള്ള ഒരു ഭക്തി കൊണ്ട് ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൃക്ഷങ്ങൾ എന്നുള്ളതോ നദി എന്നുള്ളതോ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളിലും കണ്ണനെ കാണാൻ സാധിക്കുന്നു എന്നുള്ള ഒരു സത്യമാണ്. ആ ഒരു ഭക്തിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നോക്കൂ, ആ ഓടക്കുഴലിന് വേണ്ടിയിട്ട് ആരെങ്കിലും അസൂയപ്പെടുവോ? ആലോചിച്ച് നോക്കൂ അല്ലെ. ഒരു എന്താണ് കമ്പിന് വേണ്ടിയിട്ട് ആ കമ്പിനോട് അസൂയപ്പെടുന്നതായിട്ടുള്ള ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ്? ആ ഓടക്കുഴലിനും അല്ലെ ചരമാകുന്ന
വസ്തുക്കളെ പോലും അചരമാക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ അതിന് സാധിക്കും. അവരെയും അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു സത്യത്തെ, ആ ഒരു ശുദ്ധമായിട്ടുള്ള ഒരു ബോധത്തെ മനസ്സിലാക്കിയവരായിരുന്നു ആര്? ഗോപികമാര്. അവര് പറഞ്ഞു, നദികളുടെയും വൃക്ഷങ്ങളുടെയും ഓടക്കുഴലിന്റെയും ഒക്കെ ഭാഗ്യം നമുക്ക് ഇനി എങ്ങനെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയായിരുന്നെങ്കിൽ, നമുക്ക് ആ ഒരു ജന്മമുണ്ടെങ്കിൽ ഓടക്കുഴലായിട്ടെങ്കിലും എനിക്ക് ജനിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ഇല്ലേ? നമുക്ക് യാതൊന്നും നമുക്ക് അവകാശപ്പെടാനില്ല. ആ ഓടക്കുഴലിന്റെ പേരിലോ ആ മയിൽപീലിയുടെ പേരിലോ ഒന്നുമില്ല. നമുക്ക് എന്ത് അവകാശപ്പെടാൻ? ഒന്നുമില്ല. അതായിരിക്കാം നമ്മൾക്ക്, അല്ലെ, കണ്ണനെ അടുത്ത് കിട്ടാൻ സാധിക്കാത്തത് എന്നുള്ള ഒരു ചോദ്യങ്ങള്. അടുത്ത ശ്ലോകം, വൃന്ദാവനം സഖിഭുവോ വിതനോതി കീർത്തിം യദ്ദേവകീ സ്തുതപദാംബുജലബ്ധലക്ഷ്മീ ഗോവിന്ദ വേണുമനുമത്ത മയൂര നൃത്യം പ്രേക്ഷ്യാദ്രിസാന്വപരതാന്യ സമസ്ത സത്വം. ഇനി അവിടെ കുറച്ചു പേര് വിളിച്ചു, കൂട്ടുകാരികളെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല കൂട്ടുകാരികളെ നോക്കൂ, ആ ദേവകി നന്ദനന്റെ പാദപത്മങ്ങളുടെ വിന്യാസത്തിന് ധന്യതയേറിയതായിട്ടുള്ള ആ ഒരു വൃന്ദാവനം, അല്ലേ? നോക്കൂ, അവിടെ എന്താ പറഞ്ഞിരിക്കുന്നേ? ദേവകീ സ്തുതപദാംബുജ ലബ്ധലക്ഷ്മീ ഗോവിന്ദ വേണു അനുമത്ത മയൂര നൃത്യം. അപ്പൊ ദേവകിയുടെ പുത്രനാണെന്നുള്ളത് യഥാർത്ഥത്തിൽ ഗോപികൾക്ക് മാത്രമേ അറിയാവുള്ളൂ. ശരിക്കും കംസവധം വരെ ഗോപ്യമാണ് ശരിക്ക്. അപ്പോഴും എന്താണ്, അവിടുന്ന് പബ്ലിഷ് ആയിട്ടില്ല. ഇവിടെ രാമകൃഷ്ണന്മാര്, അല്ലെ, കൃഷ്ണനാണ്, വിഷ്ണുവിന്റെ അംശമായിട്ടുള്ള കൃഷ്ണനാണ് ഇവിടെ ജനിച്ചതെന്നും അത് ദേവകിയുടെ പുത്രനാണ് കൃഷ്ണൻ എന്നും ഒന്നും പുറത്തിതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇവർക്ക് എങ്ങനെയാ? ഇവർക്കറിയാം. ശരദുദാശയേ സാധുജാതസൽ, അവിടെ ഗോപികാഗീതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറയുന്നുണ്ട്, ഉദയിവാൻ സാത്വതാം കുലേ എന്നവിടെ പറയുന്നുണ്ട്, അല്ലെ? അതുപോലെ തന്നെ എന്താ വൃഷ്ണിധുര്യതേ, അല്ലെ, വൃഷ്ണിധുര്യത എന്ന് പറയുന്നുണ്ട്. അപ്പം ആ യാദവ വംശത്തിലെ വൃഷ്ണികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഗുരുവായൂരപ്പൻ എന്നുള്ള രീതിയിലൊക്കെ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സത്യങ്ങളെ മുഴുവൻ അവർക്ക് അറിയാം എന്നുള്ളതാണ് അവിടെ. അപ്പൊ ശരിക്ക് ഇവിടെ പറയുന്നത്, വൃന്ദാവനം സഖിപുവോ വിതനോതി കീർത്തിം യദ്ദേവകീ സുത പദാംബുജലബ്ധലക്ഷ്മീ. അല്ലയോ കൂട്ടുകാരികളെ, ഈ ദേവകീ നന്ദനന്റെ പാദപത്മങ്ങളുടെ വിന്യാസത്താൽ ധന്യതയേറിയതായിട്ടുള്ള ഈ ഒരു വൃന്ദാവനം, അല്ലെ? ഇത് കണ്ണന്റെ പാദസ്പർശം കൊണ്ട് വൃന്ദാവനം, അല്ലെ, ആ ഭൂമി ആകമാനം ഇന്ന് യശസ്സിനെ ഉദ്ദീപിപ്പിക്കുന്നു അവിടെ. അങ്ങനെയാണ് വൃന്ദാവനം ഉയർന്നു വന്നത്, അല്ലെ? എല്ലാ പ്രദേശവും ഒരുപോലെയാണ് ശരിക്ക്, ഭൂമി എല്ലാം ഒരുപോലെയാണ്. പക്ഷേ കണ്ണന്റെ പാദസ്പർശം വന്നതോടുകൂടി ആ വൃന്ദാവനത്തിന്റെ യശസ് അവിടുന്ന് ഉയർന്നു, അല്ലെ? ഇന്നും ആ വൃന്ദാവനം ഭക്തന്മാരുടെ ലിസ്റ്റില് വൃന്ദാവനത്തിൽ കവിഞ്ഞൊരു സ്ഥലമില്ല എന്നുള്ളതാണ്. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹിമാലയത്തിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന എവിടെയാണ്? വൃന്ദാവനാണ്. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം മുക്തിയല്ല അവർക്ക് ആവശ്യം. അവർക്ക് പിന്നെ എന്താണ്? ഭക്തിയാണ് അവർക്ക്. ഇന്നും ആ ഒരു ഗ്രാമീണത നമുക്ക് ചെന്നാൽ കാണാൻ സാധിക്കും അവിടെ വൃന്ദാവനത്തിൽ. കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി, എങ്കിൽ പോലും ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു മറ്റ് സ്ഥലങ്ങളിലുള്ളതായിട്ടുള്ള വികസനത്തെക്കായാലും ഒക്കെ കുറഞ്ഞുകൊണ്ട് വൃന്ദാവനം നമുക്ക് പഴയ ആ ഒരു ഗ്രാമീണ സുഖത്തോട് കൂടിയിട്ടുള്ള ഭക്തി നമുക്ക് വൃന്ദാവനത്തിൽ ചെന്നാൽ കാണാൻ സാധിക്കും അവിടെ. അങ്ങനെ ആ വൃന്ദാവനത്തിനെ ആ ഇത്ര കണ്ട് യശസ്സോടുകൂടി അതിനെ വളർത്താൻ കാരണം എന്താണ്? കണ്ണന്റെ പാദസ്പർശം കൊണ്ടാണ് അവിടെ. ഗോവിന്ദ വേണു മനുമത്ത മയൂര നൃത്യം, അല്ലേ? അവിടെ മയിലുകളെ നൃത്തം ചെയ്യുന്നു. മയിലുകൾ നൃത്തം ചെയ്യണമെങ്കിൽ അതിന്റെ ഇണ ചേരുവാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണ് നൃത്തം ചെയ്യുക. ആ യോഗം ചെയ്യുവാൻ വേണ്ടി മയിലുകൾ പോലും ഇന്ന് രാമകൃഷ്ണന്മാരെ വൃന്ദാവനത്തിലേക്ക് എത്തിയപ്പോൾ
തനിക്ക് പോലും ഉള്ള ആ ഒരു ആകർഷണീയത, അല്ലെ, ഗോപികമാർക്ക് പോലും അവിടുന്ന് സ്മരോദയം, കാമം എന്നുള്ള, അല്ലെ, ആത്മസമർപ്പണം എന്നുള്ള ഒരു ഭക്തിയിലേക്കാണ്, ആ ഒരു പടിയിലേക്കാണ് യഥാർത്ഥത്തില് എല്ലാവരെയും ഭഗവാൻ അങ്ങനത്തെ കരിശതീതി കൃഷ്ണ എന്ന് പറയാറില്ലേ. അപ്പൊ ഇവിടെ മയിലുകൾ പോലും അങ്ങനെയാണ്. ആ കണ്ണന്റെ വേണുഗാനം കേൾക്കുന്നതോടുകൂടി, കണ്ണനെ കാണുന്നതോടുകൂടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി, ഇതിന്റെ ഒരു ദൃശ്യാവിഷ്കാരമാണോ എന്നുള്ള സംശയമായി. വേണുഗാനം കൊണ്ട് എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് എങ്കിൽ ഈ വേണുഗാനത്തിന് ഒപ്പം തന്നെ ദാ ആ മയിലുകൾ നൃത്തം ചവിട്ടുവാൻ തുടങ്ങി. മയിലുകളുടെ നൃത്തം വെക്കുമ്പോഴേക്കും മയിലുകൾക്കുണ്ടാകുന്ന സന്തോഷം അത് മറ്റുള്ളവരിലേക്ക് പകരുന്നതോടെ അപ്പൊ ഇങ്ങനെ ഈ ഒരു ഭഗവാന്റെ വേണുഗാനം ദൃശ്യമായിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള ഈ ദൃശ്യത്തെ എല്ലാവരും, മറ്റ് അല്ലെ മൃഗങ്ങൾ എല്ലാവരും അത് നോക്കി മിഴിച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്ത്, അതിൽ ലയിച്ചു പോയി എന്നർത്ഥം. കാരണം അത്ര കണ്ട് യോജിപ്പോടുകൂടി മയിൽ അവിടെ നിർത്തുന്നു. ഗോവിന്ദ വേണുമനുമത്തമയൂര നൃത്യം പ്രേക്ഷ്യാദ്രിസാന്യപരതോന്യ സമസ്തസത്വം. അപ്പം ആ മയിലുകള് ആനന്ദ നൃത്തം ചെയ്തതോടുകൂടി സമസ്ത ജീവജാലങ്ങളും അവിടെ എന്താണ്, അവിടെ സ്തംഭിച്ചു നിൽക്കുകയാണ് അവിടെ. അതാണ് അചരങ്ങള് ചരങ്ങളാക്കി മാറ്റുന്ന് പറഞ്ഞില്ലേ. അല്ലെ, ഈ അല്ല, അചരങ്ങളല്ലോ, ഈ ഇളക്കമില്ലാത്ത സാധനങ്ങളൊക്കെ ഇളക്കപ്പെടും, ഇളകിക്കൊണ്ടിരിക്കുന്നതിനൊക്കെ എന്താണ്, സ്തംഭിപ്പിച്ചുകൊണ്ട് നിൽക്കുക. ഇനി യുഗളഗീതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ്, പശുക്കള് പുല്ല് തിന്നിട്ട് ഭഗവാന്റെ വേണുഗാനം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായി, ആ ചവച്ച പുല്ല് പോലും താഴോട്ട് ഇറങ്ങുന്ന കാര്യം പോലും മറന്നുപോകും. അങ്ങനെ അത്ര കണ്ട് ഓരോ ജീവജാലങ്ങളെയും, സമസ്ത ജീവജാലങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു ശക്തി കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള ആ ഒരു നിയമത്തിൽ അവിടുന്ന് സ്വീകരിക്കുന്നു. അങ്ങനെയുള്ള ആ വേണുഗാനത്തിന്റെ പരിണിത ഫലമാണ് ഇവിടെ പറയുന്നത്. മയിലുകൾക്ക് പോലും, മാൻപേടകൾക്ക് പോലും, ദാ മറ്റ് എല്ലാ സമസ്ത ജീവജാലങ്ങളെ പോലും ആ വേണുഗാനത്തിൽ വല്ലാണ്ട് ഭ്രമിപ്പിച്ച് അതിലേക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ പ്രത്യാഹരിക്കുന്നു. അല്ലെ, ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഭഗവാൻ അവിടുന്ന് വലിച്ചെടുക്കുകയാണ്. നമ്മൾ ശ്രമിക്കേണ്ടെന്നർത്ഥം. അല്ലെ, ഇന്ന് ദർശനങ്ങളിലുള്ള, അല്ലെ, സാഖ്യയോഗത്തിൽ പറയുന്നതായിട്ടുള്ള പ്രത്യാഹാരമൊക്കെ നമ്മൾ കുറച്ച് വിഷമിച്ചാ നമ്മൾ നിൽക്കുന്നത്. എന്താണ്, ഓ കാത് പോകുന്നുണ്ടല്ലോ, ഉടനെ കാതങ്ങോട്ട് അടയ്ക്കും, അല്ലെ, മുറി അടയ്ക്കും, ലൈറ്റ് അണയ്ക്കും, കണ്ണടയ്ക്കും. കണ്ണടച്ചാൽ പോരാ, ലൈറ്റും അടച്ച് കണ്ണും കൂടെ അടച്ച് ഒന്നും കാണണ്ടാന്ന് വിചാരിച്ചൊക്കെ നമ്മൾ ശ്രമിക്കും. ഇതൊന്നും വേണ്ടാന്ന്. പിന്നെന്താ വേണ്ടേ, നേരെ ഭഗവാന്റെ വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാല് ഭഗവാന്റെ ആ വേണുഗാനം കേട്ട് കഴിഞ്ഞാല് കാതടയ്ക്കുന്നു, അല്ലെ, അതുപോലെ തന്നെ കണ്ണടയ്ക്കുന്നു, നാവടയ്ക്കുന്നു, എല്ലാം ആ കണ്ണന്റെ വേണുഗാനം കൊണ്ട് എല്ലാത്തിനെയും തന്നിലേക്ക് തന്നെ ആ ഇന്ദ്രിയങ്ങളെ മുഴുവൻ അവിടുന്ന് സ്വീകരിക്കുന്നു. ആ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഗോപികമാരെ, ധന്യാസ്മൂഢമതയോപി ഹരിണ്യ ഏതാഹ യാനന്ദനന്ദനമുപാത്ത വിചിത്രവേഷം ആകർണ്യ വേണുരണിതം സഹ കൃഷ്ണസാര പൂജാം ദുർവിരചിതാം പ്രണയാവലോകൈ. നോക്കൂ, മാൻപേടകള്, മയിലുകള്, പിന്നെയോ മുയലുകള്, അങ്ങനെ ആ സൗമ്യമായിട്ട് പ്രകൃതമുള്ള മൃഗങ്ങൾ പോലും, വിശേഷ ബുദ്ധി ഇല്ലാത്തവയാണെങ്കിൽ പോലും ഈ മാൻപേടകള് തൻ്റെ സ്വന്തം ഭർത്താക്കന്മാരോട് ഒത്ത് അല്പം, അല്ലെ, ഒന്ന് ഒരു ചെറിയ ഒരു അസാധാരണത്വം കലർന്നതാണെങ്കിൽ പോലും നയനാനന്ദകരമായിട്ടുള്ള വേഷവിധാനത്തോടു കൂടിയതായിട്ടുള്ള ഈ കണ്ണന്റെ, ആ ഉണ്ണിക്കണ്ണന്റെ ആ വേണുഗാനം കേട്ട് എന്ത് ചെയ്യും മാൻ? എന്താ ചെയ്യ മാന്? ആ കടക്കണ്ണുകൊണ്ട് ഒന്ന് നോക്കും, ഭഗവാന്റെ കണ്ണുകളിലേക്ക് നോക്കും. തൻ്റെ, അല്ലെ, ഭർത്താക്കന്മാരോട്, ഭാര്യമാരോട് എങ്ങനെയാണോ പ്രേമ വീക്ഷണങ്ങളോടുകൂടി മാൻകുട്ടികള് ആസ്വദിക്കുന്നത്, അത്
കണ്ണനോടായിട്ട് അത് അവിടെ കളിക്കും. ആ കടാക്ഷ കടക്കൺ നോട്ടം ആകുന്നതായിട്ടുള്ള ആ ഒരു സൽക്കാരത്തെ അവിടുന്ന് സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ എന്തായി, ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്നു. എത്ര ഭാഗ്യം ചെയ്തവരാണ് ആ മാൻപേടകള്! എത്ര ഭാഗ്യം ചെയ്താണ്! അവരുടെ ഭർത്താക്കന്മാരാണെന്ന് ഭാര്യമാർക്ക് തോന്നുക, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരാണെന്ന് തോന്നുക. ഇത് തന്നെയല്ലേ മയിലിനും ഉണ്ടായത്. മയിൽ നൃത്തം ചെയ്യാൻ കാരണം എന്താണ്? തന്റെ ഇണ വന്നിരിക്കുന്നു, സന്തോഷം അറിയിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തില് ഭഗവാന്റെ വേണുഗാനം. അത് കാതിലൂടെ കേട്ട് കേട്ട് കേട്ടങ്ങ് ചെല്ലുന്ന ആ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കിയപ്പോഴേക്കോ മാൻപേടകളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ പാട്ട് കേട്ടാണ് അവര് തുള്ളിച്ചാടുക യഥാർത്ഥത്തില്. പക്ഷെ ഇത് പാട്ട് കേട്ട് തുള്ളിച്ചാടുന്നതിനനുസരിച്ച് ചെല്ലുമ്പോഴേക്കും ഭഗവാന്റെ ആ രൂപവും കൂടി കണ്ടു. ബർഹാപീഠം നടവരവ പുഷ്കർണയോ കർണികാരം വിഭ്രവാസക്കനകപിശം വൈജയന്തീം ജമാലാം. ആ രൂപത്തെയും കൂടി അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രന്ധ്രാൻ വേണോ രഥരസുത, ആ ഭഗവാന്റെ കടക്കണ്ണുകളിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ആ ആനന്ദം, തന്റെ ഇണകളിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ആ മന്മഥത്വത്തോടു കൂടിയിട്ടുള്ള വികാരത്തെ പൂരിപ്പിച്ചുകൊണ്ട് അത്യാനന്ദ നൃത്തം ചെയ്യുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ തുള്ളിച്ചാടി കളിക്കുന്നതായിട്ടുള്ള മാൻപേടകളുടെ ഒരു ഭാഗ്യം എത്ര കണ്ട് ഭാഗ്യവതികളാണ് അവരൊക്കെ. ഹേ ഗോപികുമാരെ, നമുക്ക് ഒരു മാൻപേടയായിട്ടോ ഒരു മയിലായിട്ടോ ഒരു ഓടക്കുയിലായിട്ടോ ജനിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നമുക്കും ഇതുപോലെ ആനന്ദിക്കാൻ വയ്യായിരുന്നോ? നമുക്ക് ഇതുപോലെ ആനന്ദിക്കാൻ സാധിക്കുമായിരുന്നു. ഇതാണ് ചില ഗോപികമാരുടെ വർണ്ണന. അവര് ആ ഭഗവാനെ കടക്കൺ പാർക്കുന്നത് അവരുടെ ഭർത്താക്കന്മാർക്ക് ചിലപ്പം രസിച്ചെന്നിരിക്കുകയില്ല. മാൻപേടകൾക്ക് അത്തരം ഒരു ആശങ്ക പോലും ഇല്ല എന്നർത്ഥം. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശങ്ക അവർ കണക്കാക്കുന്നില്ല. അവര് ഇപ്പൊ ഭർത്താക്കന്മാരൊരിക്കും നോക്കൂ, ആ കണ്ണനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന മാൻപേടെ അല്ലെങ്കിൽ തന്നോട് ചേർന്നിരിക്കാൻ്റെ ആളല്ലേ എന്ന് വിചാരിച്ച് ഭാര്യയായിട്ടുള്ള പെൺമാൻപേട അവർക്കൊന്നും അങ്ങനെ ഒരു ആശങ്ക പോലും അവർക്കില്ല എന്നർത്ഥം. കേൾക്കാനും എന്തേ ആശങ്ക ഇല്ലാന്ന് പറയാൻ കാരണം, തനിക്കും ആ കണ്ണനിൽ നിന്ന് ഒരേ സ്നേഹം കിട്ടുന്നുണ്ടെന്ന്. ഇവിടെ ഭാര്യയിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള സ്നേഹം എനിക്ക് കണ്ണനിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ആശങ്കയ്ക്ക് എവിടെയാ സ്ഥാനം ഇരിക്കുന്ന അവിടെ? അപ്പൊ ആ കണ്ണനെ കാണാനും കഴിയുന്നതൊക്കെ, ആ വേണുഗാനം കേൾക്കാൻ സാധിക്കുന്നതൊക്കെ എത്ര കൊണ്ട് ധന്യതയായിട്ട് അവിടുന്ന് കാണാൻ സാധിക്കുന്നു. നിനക്ക് ഭർത്താക്കന്മാരുടെ നീരസം ഉണ്ടാവില്ലെന്നുള്ളൊരു ആ ഒരു ഭാഗ്യം ഇവിടെ ഈ ഗോപികൾക്ക് ആ മാനുകളോട് അല്പം എന്താണ് അസൂയ ഗോപികമാർക്ക്. അവര് ആ നന്ദപുത്രനായിക്കൊണ്ട് ഭഗവാനെ വീക്ഷിക്കുന്നതും ഒക്കെ. എന്തായാലും ആ ഗോപികമാര് ഭഗവാന്റെ വേണുഗാനത്തെ ഓരോരോ രീതികളിൽ അവര് ഓരോരോ ചിത്രങ്ങളാണ്. എന്താ ഈ ചിത്രങ്ങൾ വരാൻ കാരണം എങ്ങനെയാണ്? അവരുടെ ഉള്ളിലുള്ള ആ നിർമ്മലമായിട്ടുള്ള ഭക്തിയാദി രേഖത്തോടു കൂടിയിട്ടുള്ള ഭഗവാനോടുള്ള ഒരു ആ ഭാവം തന്റെ ഉള്ളിൽ നിന്ന് പ്രകടമാകുന്നു. അവർക്ക് ഇനി എത്ര പറഞ്ഞാലും അവർക്ക് മതിയാകുകയില്ല. ഇനി ഭഗവാന്റെ കയ്യിൽ കിടക്കുന്നതായിട്ടുള്ള തോൽവിളകൾക്കിന്റെ ഭാഗ്യം പറയും, ആ കർണികാര പുഷ്പങ്ങളുടെ ഭാഗ്യം, എത്രയോ ഭാഗ്യങ്ങളാണ് അവർ. കാരണം എന്താണ്? അവർക്ക് അതിനുള്ള ഒരു ഭാഗ്യം അവർക്ക് കിട്ടുന്നില്ലെന്നോ ഇല്ലല്ലോ എന്നുള്ള ഒരു വേദന. അപ്പം ഈ സകല ചരാചരങ്ങളിലും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അതില്ല കേട്ടോ. ഭഗവാൻ എല്ലാവരിലും ഒന്ന് തന്നെയാണ്. പക്ഷെ നമുക്ക് തോന്നലാണ് യഥാർത്ഥത്തിൽ. എനിക്ക് അടുത്ത് കാണാൻ സാധിക്കും, എനിക്ക് കിട്ടുന്നില്ലല്ലോ ഭഗവാനെ, അല്ലെങ്കിൽ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഈ ഓടക്കുഴലിനേക്കായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞതായിട്ടുള്ള കർണികാര പുഷ്പങ്ങളെക്കായാലും തന്റെ എപ്പോഴും തന്റെ കൂടെ ഇരിക്കുന്നതായിട്ടുള്ള ആ മയിൽപ്പീലിയെക്കായാലും ഒക്കെ എത്രയോ 10 മടങ്ങായിരിക്കും ആ ഗോപികളുടെ ഉള്ളിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൻ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അതാണ്. ഭഗവാൻ എപ്പോഴും എവിടെയാണ് ഭഗവാൻ ശരിക്ക്? ഭഗവാൻ ഇപ്പോഴും ആ ഗോപികളുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. പക്ഷെ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരെപ്പോഴും എന്താണ്? മറ്റുള്ളവർക്ക് കിട്ടുന്നതായുള്ള ആനന്ദത്തിൽ കണ്ട് അസൂയപ്പെടാൻ മാത്രമേ അവർക്ക് സാധിക്കുന്നുള്ളൂ. പ്രഹ്ലാദൻ പറയും, അച്ഛാ എല്ലായിടങ്ങളിലും ഉണ്ട്, അച്ഛന്റെ ഉള്ളിലും ഈ ഭഗവാൻ തന്നെയാണെന്ന് പറയും. അപ്പോ
അവിടെ വന്ന് എന്താണ് ഭഗവാൻ നരസിംഹമായിട്ട് പുറത്തേക്ക് വന്ന സമയത്ത് ഇവിടെ തപ്പി നോക്കുകയാണ് ഹിരണ്യേശു തപ്പി നോക്കിയാൽ കിട്ടുമോ എവിടെയെങ്കിലും? എവിടെയാണ് യഥാർത്ഥത്തില് ആ എപ്പോഴും അല്ലെ വിഷ്ണു 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 എന്ന് പറഞ്ഞുകൊണ്ട് വിചാരിച്ചതായിട്ടുള്ള ആ ഹിരണ്യേശുവിന്റെ ആ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കാണാൻ സാധിക്കുമോ? ആ ഹൃദയകമലത്തിലേക്ക് ചെന്നിരിക്കുകയാണ് ഭഗവാൻ. അങ്ങനെയുള്ള നരസിംഹമൂർത്തിയെ പിന്നെ എങ്ങനെ കാണാൻ സാധിക്കുക? പരാക്രമങ്ങള്. അതുകൊണ്ടാണ് നമുക്ക് നമ്മളുടെ വേദാന്തങ്ങളൊക്കെ നമ്മളെ പറഞ്ഞു തരുന്നത് തന്നെ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള ആനന്ദം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള ഗീതങ്ങള് അടുത്ത ദിവസം നമുക്ക് അനുസ്മരിച്ച് ഇന്ന് ആ പാരായണത്തിലേക്ക് കടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.